ബഹുമാനപ്പെട്ട വികാരി പോൾ ജെ കോട്ടക്കലച്ചൻ അഭിനന്ദ പിതാവിന് തിരി നൽകി സ്വീകരിക്കുന്നു. എല്ലാവരും ദയവായി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. സെന്റ് ആന്റണീസ് ചമ്പന്നൂർ, സെന്റ് ഫ്രാൻസിസ് അസ്സിസി അത്താണി, സ്റ്റാർ ജീസസ് കറുവത്തി എന്നീ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പെൻഷൻ പ്രീ ഡിഗ്രി പഠിച്ചത് കളമശ്ശേരി സെയിന്റ് പോൾസ് കോളേജിലാണ്. കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും ഡിപ്ലോമയും വിശ്വേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കിയതിനു ശേഷം 2011 ജൂണിൽ തൃക്കാക്കരയിലുള്ള തിരുഹൃദയ മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ചു. തലശ്ശേരി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ബ്രദർ പെറ്റ്സൺ അതിരൂപത മൈനർ സെമിനാരിയിൽ റീജന്റായി പ്രായോഗിക പരിശീലനം നേടി. കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലാണ് ദൈവശാസ്ത്രം പഠിച്ചത്. ദൈവശാസ്ത്ര പഠനകാലത്ത് എടത്വ, പുന്നത്തറ, കുടക്കച്ചിറ, അച്ചിനകം എന്നീ ഇടവക പള്ളികളിൽ നിന്നും അജപാലന പാഠങ്ങൾ സ്വന്തമാക്കി. ഇപ്രകാരം വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കൻ ജോസഫ് തെക്കിനടുത്ത് അഭിമന്യ പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിക്കുന്ന ഈ തിരുക്കർമ്മങ്ങളിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് പങ്കുചേരാം. ശുശ്രൂഷയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പൗരോഹിത്യം സ്വീകരിക്കാനുള്ള തെക്കിനേടത്ത് ജോസഫ് ശമ്മാശൻ സഹകാർമ്മികരും പ്രധാന കാർമ്മികനുമൊത്ത് പ്രദക്ഷിണമായി മദ്ബഹയിലേക്ക് ആനയിക്കപ്പെടുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്വ പിതാവാണ് പ്രധാന കാർമ്മികൻ. കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട ആൻഡോ ചേരാന്തുരുത്തിയച്ചൻ ആർച്ച് ഡീക്കനും ഇവിടുത്തെ മുൻ വികാരി ബഹുമാനപ്പെട്ട ജോസ് മാടനച്ചൻ സഹായ വൈദികനുമാണ്. ഏറ്റവും മുന്നിലായി വിശുദ്ധ കുരിശ്, അതിനു പിന്നിലായി ധൂപം, അതിനുശേഷം സുവിശേഷ ഗ്രന്ഥം, ഇരുവശങ്ങളിലായി കത്തിച്ച തിരികൾ, തുടർന്ന് പൗരോഹിത്യം സ്വീകരിക്കാനുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ശമ്മാശനും അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലായി മാതാപിതാക്കളും പിന്നിലായി സഹകാർമ്മികരും പ്രധാന കാർമ്മികനും എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം മധുബഹയിലേക്ക് വരുന്നത്. ഗായക സംഘം ഈ സമയം പ്രവേശന ഗീതം ആലപിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിൽക്കാം.
ശുശ്രൂഷയിൽ സൗകര്യപ്രദമായി പങ്കെടുക്കുവാൻ എല്ലാവരും ദയവായി ഇരിക്കുക. ഈ സമയം വികാരി ബഹുമാനപ്പെട്ട പോൾ കോട്ടക്കലച്ചൻ അഭിമന്യ പിതാവിനും തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അഭിമന്യ പിതാവേ, ഡീക്കൻ പെറ്റ്സൺ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഡീക്കൻ പെറ്റ്സൻ്റെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള ഇടവാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രായം കൊണ്ട് ചെറിയ ഇടവകയാണ് എങ്കിലും ദൈവവിളി കൊണ്ട് സമ്പന്നമാണ് ചമ്പന്നൂർ സെൻറ് റീത്താസ് ഇടവക. ഏറെ വൈദികരെയും അതിലേറെ സിസ്റ്റേഴ്സിനെയും സഭയ്ക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് ഈ ഇടവക. ദൈവവിളി നൽകി ഈ ഇടവകയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഇനിയും ധാരാളം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്നുണ്ടാകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഇടവകയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വൈദികനാണ് ഡീക്കൻ പെറ്റ്സൺ. ബഹുമാനപ്പെട്ട മാർട്ടിൻ കാച്ചിപ്പള്ളി അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വൈദികനായതിൻ്റെ 25ാം വർഷമാണ് 2 ദിവസം മുമ്പ് നടന്നത്. വൈദിക പട്ടം സ്വീകരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അച്ഛൻ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് പോയി. ഈ 25ാം വർഷത്തിൽ എറണാകുളം അങ്കമാലിക്ക് മറ്റൊരു വൈദികനെ ലഭിക്കുകയാണ് ഡീക്കൻ പെറ്റ്സണിലൂടെ. ഏറെ സന്തോഷമുള്ള, അഭിമാനം തോന്നുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ദിവസമായിട്ട് ചമ്പന്നൂർ ഇടവക ഈ ദിവസത്തെ കാണുകയാണ്. അതിന് കാരണഭൂതനായ ഡീക്കൻ പെറ്റ്സനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കാനുള്ള ദൈവാനുഗ്രഹം നിയുക്ത വൈദികന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ മഹനീയ കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുക നമുക്കെല്ലാം പ്രിയങ്കരനായ, നമ്മയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവാണ്. പിതാവിൻ്റെ സാന്നിധ്യത്തിന് ഈടോ സമൂഹത്തിൻ്റെ പേരിൽ, ഡീക്കൻ പെറ്റ്സൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ, വ്യക്തിപരമായ എൻ്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യും. ഡീക്കൻ പെറ്റ്സൺ ദൈവശാസ്ത്ര പഠനം നടത്തിയ വടവാതൂർ സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായ ബഹുമാനപ്പെട്ട ആൻഡോ ചേരാന്തുരുത്തി അച്ഛനാണ് ഇന്ന് ആർച്ച് ഡീക്കനായിട്ട് ഈ കർമ്മങ്ങൾക്ക് ശുശ്രൂഷ നടത്തുക. എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. ഡീക്കൻ പെറ്റ്സൺ സെമിനാരിയിൽ പോകുമ്പോൾ ഇവിടെ വികാരിയായിട്ട് സേവനം ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട ജോസ് മാർട്ടിൻ അച്ഛനാണ്. അച്ഛൻ്റെ പ്രോത്സാഹനവും അച്ഛൻ്റെ നിർദ്ദേശങ്ങളും ഡീക്കൻ പെറ്റ്സന് സെമിനാരിയിലേക്ക് പോകുവാനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികനായിട്ട് ബഹുമാനപ്പെട്ട ജോസ് മാർട്ടിൻ അച്ഛനൂടെയുണ്ട്. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മുൻവികാരിയായ ബഹുമാനപ്പെട്ട തോമസ് നരികുളച്ചനും ഇടവാംഗങ്ങളായ വർഗീസ് കാച്ചപ്പള്ളി അച്ഛനും ജോജോ കാച്ചപ്പള്ളി അച്ഛനും അനീഷ് കണ്ണമ്പുഴ അച്ഛനുമാണ് കണ്ണമ്പുഴ അച്ഛനും അതുപോലെ തന്നെ പെറ്റ്സനച്ഛൻ്റെ സുഹൃത്തായ ബഹുമാനപ്പെട്ട ആന്റണി വട്ടപ്പറമ്പിലച്ഛനുമാണ് ഈ കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിട്ട് നിൽക്കുന്ന മറ്റു വൈദികർ.
അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഇടവകയിലേക്കും ഈ ശുശ്രൂഷയിലേക്കും സ്വാഗതം ചെയ്യും. ഇവിടെയായിരിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ഡീക്കൻ പെറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1-2 ചെറിയ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ പള്ളി പണിയുന്നത് കൊണ്ട് തന്നെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. ആ സൗകര്യങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർക്ക് വിശ്രമിക്കാനും ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് പുതിയ പള്ളിയുടെ പുറകിൽ അതിന് വലതുവശത്തായിട്ട് ഒരു വീട് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് അച്ഛന്മാർക്ക് വിശ്രമിക്കാനോ ഫ്രഷ് ആവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുക. അതുപോലെ തന്നെ വൈദികർക്കും സിസ്റ്റേഴ്സിനുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നതും പുതിയ പള്ളിയുടെ പുറകിലുള്ള സ്കൂൾ ഹാളിലാണ്. പട്ടം കഴിഞ്ഞ് പോകുന്ന വൈദികർ അതൊക്കെ ശ്രദ്ധിച്ച് അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവിക ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാപിതാക്കൾ സമർപ്പിക്കുന്നു. മധുബഹയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തി നിൽക്കുന്ന ഷമ്മാശൻ്റെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജോസഫ് ഷമ്മാശനെ വൈദിക പദവിയിലേക്ക് ഉയർത്തണമെന്ന് സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ സഹായിച്ച ബഹുമാനപ്പെട്ട ആൻഡ്രോ ചേരാൻകുരുത്തി അച്ഛൻ അഭിമന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഡീക്കൻ പെൻസൺ തെക്കിനിയിടത്തിന് പുരോഹിത പട്ടം നൽകി സഭയെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ കൃപയാലും സ്നേഹത്താലും ഈ മകനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യം സ്വീകരിക്കുന്ന ഷമ്മാശൻ ദൈവത്തിലും കത്തോലിക്ക തിരുസഭയിലുമുള്ള തൻ്റെ വിശ്വാസവും മെത്രാന്മാരോടുള്ള വിധേയത്വവും അനുസരണവും മെത്രാന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനമനുസരിച്ച് വിശ്വസ്തതാപൂർവം ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ മിഷൻസാന ജോസഫ് തെക്കിനടുത്ത്
അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തയുടെ മുൻപാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദിസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവനെ പാപത്തിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തു തന്നെ സ്വന്തമാക്കുന്നതിൻ്റെ അടയാളമായി കാർമികൻ പുരോഹിതാർത്ഥിയുടെ മുടി മുറിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹായെ എന്നേക്കുമായി നീക്കിക്കളയട്ടെ. സ്നേഹമുള്ള വികാരിച്ച പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരി സഹോദരന്മാരെ, അതീവ സന്തോഷമുള്ള ഒരു ദിവസമാണിത്. കാരണം ദൈവത്തിൻ്റെ ദാക്ഷിണ്യമായ പൗരോഹിത്യം ഈ ഇടവകയിലെ ഒരു മകന് കൈമാറുകയാണ്. അതിൽ പങ്കുകൊള്ളുവാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വികാരിയച്ചനോടൊപ്പം സ്നേഹപൂർവമായ സ്വാഗതം നൽകുകയാണ്. പലരും നീണ്ട യാത്ര ചെയ്ത് ഇവിടെ വന്നവരാണ്. അവരെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. കൂടാതെ 2018 അവസാന ദിവസമാണിത്. വലിയ ഒരു പ്രളയമുണ്ടായ നാടാണ് നമ്മുടേത്. ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് പൗരോഹിത്യം എന്ന മഹാദാനത്തെ സഭയ്ക്ക് നൽകിയ വത്സര യേശുവിൻ്റെ പാദാന്തികത്തിൽ പെച്ചനെ സമർപ്പിക്കുവാനായിട്ട് നാം അണഞ്ഞിരിക്കുന്ന ഈ സമയത്ത്
പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ നന്ദിയുള്ള ഹൃദയങ്ങളോടെ നമ്മളെ ആശീർവദിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ മുഴുവനായി പെസഹയെ പ്രത്യേകിച്ചും കാഴ്ചവെച്ച് നമുക്ക് ബലി ആരംഭിക്കാം. ബലിയുടെ നടുവിലാണ് തിരുപ്പട്ട കുദാശ നടക്കുക. നമ്മളെ ചെലവിടുന്ന സമയം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അത് പതിച്ചുപോയി ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമർത്ഥിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥമായ ഹൃദയത്തോടും നിർമ്മലമായ മനസ്സാക്ഷിയുടെ പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവൃത്തികൾ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ 3 കാനോനകളാണ് ഇവിടെ ആലപിക്കപ്പെടുന്നത്. പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഗീതങ്ങളും അടങ്ങുന്നതാണ് കാനോനകൾ. പൗരോഹിത്യത്തിന്റെ മഹത്വവും കർത്താവിന്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ സന്തോഷവും പ്രകടമാക്കുന്നതാണ് 1-ാമത്തെ കാനോന. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും പുരോഹിതാർത്ഥി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. ഗീതം ആലപിക്കുമ്പോൾ ആർച്ചുഡീക്കനാൽ ആനയിക്കപ്പെട്ട് പുരോഹിതാർത്ഥി ബലിപീഠത്തിന്റെ വലതുവശവും തുടർന്ന് മാമോദീസ ത്വത്തെയും ചുംബിക്കുന്നു. മാമോദീസായിലൂടെ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുകയും ചെയ്യുക എന്ന പുരോഹിതന്റെ 2 സുപ്രധാന ദൗത്യങ്ങളെയാണ് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നത്. ഒക്കെ ശാന്തമായിട്ടില്ല, പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. പുരോഹിതന്റെ 2 സുപ്രധാന ദൗത്യങ്ങളെയാണ് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നത്. ഒക്കെ ശാന്തമായിട്ടില്ല, പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. വിശുദ്ധ സ്ഥാനം
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. നാമമായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്നും ഇടപെടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അവ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും. പുതുമഴയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. വിശുദ്ധ സ്ഥാനം
വിശ്വസ്തദാസന്മാരെ ധരിപ്പിച്ച പുരോഹിത വസ്ത്രം അങ്ങയുടെ മതപതാകയുടെ ഇരിക്കുന്ന പെൻസനെ നീ ധരിപ്പിക്കണമേ. രാവും പകലും കടകൂടാതെ അങ്ങേയ്ക്കായി സമാധാനം സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ഈ ദാസനെ നീ ശക്തനാക്കണമേ. ആധ്യാത്മികവരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ദൈവത്തിന് മഹത്വം നൽകുന്നതിൻ്റെയും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിൻ്റെയും പാപങ്ങൾ ദൈവസ്നേഹാഗ്നിയിൽ എരിഞ്ഞടങ്ങുന്നതിൻ്റെയും അടയാളമാണ് ധൂപാർപ്പണം. അനുതാപത്തിൻ്റെയും ആരാധനയുടെയും മനോഭാവത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കായി നമുക്ക് അപേക്ഷിക്കാം. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടെ. ഞങ്ങളെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കരുതൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് കൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവിക്കും സർവേശ്വരൻ
പ്രസാദിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വേദപുസ്തകത്തിൽ നിന്ന് 3 വായനകളാണുള്ളത്. ആദ്യത്തെ വായന പഴയ നിയമത്തിൽ നിന്നും മറ്റു 2 വായനകൾ പുതിയ നിയമത്തിൽ നിന്നും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ വായന. ജനതകൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട ജെറമിയ ഇനി തനിക്ക് വേണ്ടിയുള്ളവനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവനാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ജനതകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇക്കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പ്രിയ സഹോദരരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ ആശീർവദിക്കണമേ. ജെറമിയായെ വിളിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദ രാജാവായ ജോസിയായുടെ മകൻ യാഹോയാക്കീമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നത് വരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അഗ്രത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറയ്ക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സ്തുതി. Hallelujah.
ജീവിക്കുന്നതിനും ജയിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്നു സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമറിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നവരാണ് പുരോഹിതർ. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ബലി അർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലാണ് പങ്കുപറ്റുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഹെബ്രായ ലേഖന ഭാഗം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. പ്രിയ സഹോദരരെ, ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നുള്ളതായ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിക്കണമേ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അഗ്നിയോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾ തുയങ്ങി എന്ന പോലെ സ്വന്തം പാപങ്ങൾ തുയങ്ങിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അവനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയിട്ടല്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മവേദി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. എന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവര് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടങ്ങളായി. എന്നാൽ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. സുവിശേഷ ഗീതം ആലപിക്കാനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രതീക്ഷയിലിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തുവെന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല.
അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പറപ്പുകയെ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ എത്തിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല പഠനങ്ങളിലൂടെയും അവൻ ജനത്തെ സത്വാർത്ത അറിയിച്ചു. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കർമ്മം നടക്കുക. ഞങ്ങളുടെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട കോട്ടക്കലച്ച സഹകാർമ്മികനായ ആൻഡോച്ച ജോസ് മാടനച്ച, വടവാദൂർ ഡയറക്ടറച്ചൻ ജോയി അയ്യാണച്ചൻ, നരികുളച്ചൻ, കാച്ചപ്പള്ളിയച്ചൻ, സ്നേഹമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പെറ്റ്സന്റെ അമ്മച്ചനും അമ്മച്ചിയും, പെറ്റ്സി, ജോമി, ജിപ്സൺ, ലിറ്റി, കുഞ്ഞുമക്കള്, ബന്ധുമിത്രാദികള്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ട് എറണാകുളം കമാലിയ അതിരൂപതയിലെ മൈനസ് സെമിനാരിയിലെയും മേജർ സെമിനാരിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഞങ്ങള് ഉടുപ്പ് തിരുവസ്ത്രം ധരിച്ച സ്ഥലം തന്നെ ഒരു ഉത്സവമേളമാക്കി അവർ മാറ്റുകയുണ്ടായി. കാരണം ഇതൊരു ഉത്സവമാണ്. ദൈവം നൽകുന്ന മഹനീയമായ ദാനത്തിന് നന്ദി പറയുവാനായിട്ട് ദൈവജനം ആമോദത്തോടെ വരുന്നതായ മഹനീയമായ ഒരു സമയം. മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾക്ക് വേണ്ടി വായിച്ചു കേട്ടത്. യോഹന്നാന്റെ തീപാറുന്ന വാക്കുകൾ. യോഹന്നാൻ അങ്ങ് മൃദുവായ സമീപനമായിരുന്നില്ല. നടത്തിയതായ അത്ഭുതങ്ങൾ ഒരു മടിയുമില്ലായിരുന്നു ജലം കൊണ്ട് സ്നാനം നൽകുവാനായിട്ട്. ജീവിത ശൈലി അതിവിപ്ലവമായിരുന്നു. നാട്ടിലെ ആഹാരം കഴിക്കാതെ കാട്ടിൽ താമസിച്ച് തോൽവാറുമെല്ലാം ധരിച്ച് വെട്ടുകിളികളും തേനുമൊക്കെയായിട്ട് തിന്നിട്ട് അവൻ വന്നിട്ട് വരുവാൻ പോകുന്ന രക്ഷകനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പൊ യോഹന്നാനെ കണ്ടപ്പോൾ യഹൂദർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവര് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളൊക്കെയാണ്. നന്നായി ജീവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ ഇടുത്തി പോലെ വരുമെന്ന് പറഞ്ഞിരുന്ന യഹൂദ സമുദായത്തിലേക്ക് യോഹന്നാൻ സ്വീകാര്യനായി. യോഹന്നാനെ അത്ഭുതം കൂർന്ന കണ്ണുകളോട് നോക്കി കാണുകയുണ്ടായി. വിസ്മയമാണ് യോഹന്നാനെ കുറിച്ച്. ആളുകളെടുത്തൊന്ന് ചോദിച്ചു, നീ തന്നെയാണ് രക്ഷകൻ? യോഹന്നാന് പറയാമായിരുന്നു, ഞാനാണ് രക്ഷകൻ. കാരണം ആ ജനത്തെ മുഴുവൻ കയ്യിലെടുക്കുവാനായിട്ട് യോഹന്നാന് സാധിച്ചിരുന്നത്. യോഹന്നാൻ പറയുന്നിടത്ത് ജനം നിന്നിരുന്നു. കാരണം ആൾക്കാരെ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം അത്രമാത്രം ശക്തമായും രൂക്ഷമായിട്ടാണ് യോഹന്നാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വിനയാന്വിതനായി, വളരെ വിനയാന്വിതനായി. യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല. നിങ്ങൾ അതിൽ സംശയിക്കേണ്ട. എന്റെ പിറകെ ആള് വരുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം അതീവ സ്നേഹാദ്രമാതൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തുടർന്ന് കാരോസുസ പ്രാർത്ഥനകളാണ്. ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന പുരോഹിതാർത്ഥിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം തിരിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാത്തിനും ഉപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി
ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ചെയ്തു നയിക്കുവാനും കാണാതെ പോയ ആളുകളെ തേടിപ്പിടിക്കുവാൻ അങ്ങയുടെ അചരണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമയക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിലാനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. അങ്ങ് ബെസ്സന്റെ പാദങ്ങൾക്ക് വിളങ്ങും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം നടത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തയിൽ മണവരെ ഉറച്ചു നിൽക്കുവാനും ബെസ്സന് കൃപ നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും അനുതാപം പ്രകടമാക്കുന്ന സങ്കീർത്തനവും പുരോഹിതാർത്ഥിയിൽ കർത്താവിന്റെ കൃപ ചൊരിയണമേ എന്ന യാചനയുമാണ് അടുത്ത കാനോനയിലുള്ളത്. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും പുരോഹിതാർത്ഥി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയോട് ചേർത്ത് എന്ന പോലെയും ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകരെ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ മതപരമായി ശുശ്രൂഷിക്കുവാൻ കൃപയേകണമേ. വിശുദ്ധ കുരിശാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സുരക്ഷ കേൾപ്പിക്കുവാൻ പ്രാപ്തരാകണമേ. സജീവവും ജീവദായകവുമായ
അങ്ങയുടെ അടയാളത്താൽ മുദ്രരായ ജനത്തെ അങ്ങയുടെ രക്തത്തിനണിയിക്കുവാൻ ഇവരെ ശക്തരാകണമേ. ആധ്യാത്മികവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രിയപ്പെട്ട ദാന ശുശ്രൂഷയിലെ അതിപ്രധാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അഭിനന്ദനവും സഹകാരണങ്ങളും അൽത്താരയിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പുരോഗതാർത്ഥിയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. തന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ കാരുണികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും
പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഉന്നതമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാവിന്റെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വൈദികാർത്ഥിക്ക് നൽകുന്നതിന്റെ അടയാളമായി മെത്രാൻ തന്റെ ഇടത്തുകരം യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ടും വലതുകരം വൈദികാർത്ഥിയുടെ ശിരസിൽ വെച്ചുകൊണ്ടും ആദ്യത്തെ കൈവപ്പ് പ്രാർത്ഥന ചൊല്ലുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധമായ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവായ ദൈവമേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പൊഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈനിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് പെറ്റ്സിനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാതിനേകം ഇവന്റെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും പെറ്റ്സിനെ ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷ നിർവഹണത്തിനായി ഇവനെ പൂർണ്ണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടാമത്തെ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഈ പുരോഹിതാർത്ഥിക്ക് ലഭിക്കുവാൻ ആർച്ചുഡീക്കൻ അഭ്യർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളുയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ഡീക്കൻ ടെക്നീഡത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവരുടെ സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നോക്കണത്തിനും സഭാകാത്ത നിർദ്ദേശിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്രീകന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ദാസനെ നീ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടവരം അവന് ധാരാളമായി നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വെച്ചവരെ ആശീർവദിക്കുന്നതിനും അങ്ങേക്ക് ബലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ പരിശുദ്ധമായ മതബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗഭാഗത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യ പ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ പെറ്റ്സൻ ചെയ്യുന്നതായ നിർമ്മലമായ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശപൂർവ്വം നിൽക്കുന്നതിന് വേണ്ടി പെറ്റ്സനെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മെത്രാന്റെ കൈവപ്പ് വഴി പുരോഹിത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. അഹറോനെ യഹോവ തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അണിയിച്ചത്. ജീവിതകാലം മുഴുവൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷയോട് വിശ്വസ്തത പാലിച്ച് ജീവിക്കുവാൻ നവവൈദികനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകനെ, ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ
നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കുമാറാകട്ടെ. വൈദികൻ ദൈവവചനത്തിന്റെ പ്രഘോഷകനാണ്. ആറോയപ്പട്ടം സ്വീകരിച്ചപ്പോൾ പഴയ നിയമഗ്രന്ഥവും ദ്രൗപദിയാത്മപട്ടം സ്വീകരിച്ചപ്പോൾ സങ്കീർത്തനങ്ങളും ഡീക്കൻ പട്ടം സ്വീകരിച്ചപ്പോൾ ലേഖന ഗ്രന്ഥവുമാണ് നൽകപ്പെട്ടത്. പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവനും വചനപ്രഘോഷകനും സുവിശേഷത്തിന്റെ സാക്ഷിയുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവവൈദികന് കാർമികൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം പെറ്റ്സൺ നീ എന്നും പ്രഘോഷിക്കുക. സുവിശേഷ യേശു നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത ശൈലിയുമായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിലും ശുശ്രൂഷ പൗരോഹിത്യത്തിലും പങ്കുപറ്റുന്ന വൈദികൻ വേർതിരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനുമാണ്. ഇതിന്റെ അടയാളമായി നവവൈദികനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി പെറ്റ്സൺ തെക്കിനേടൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആത്മീയ നാണയങ്ങൾ ശരിയായി വിനിയോഗിക്കാൻ നവവൈദികന് അനുഗ്രഹം നൽകണമെന്ന പ്രാർത്ഥനയാണ് സമാപന കാലവഴിയുള്ളത്. ഈ സമയം ആർച്ചഡീക്കനാൽ ആനയിക്കപ്പെട്ട് നവവൈദികൻ അനുദിനം ബലിയർപ്പിക്കുന്ന വിശുദ്ധ ബലിപീഠത്തിന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ആദരപൂർവ്വം ചുംബിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
ആദ്യം മുതൽ എന്നേക്കുമാമേ. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാകട്ടെ. തിരുപ്പട്ടദാന ശുശ്രൂഷയുടെ സമാപന പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവരും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ദൈവത്തിന്റെ നിഗൂഢവും സുസ്ഥിരവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുരുഷന്റെ ശക്തിയും ദൈവസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും പ്രഭാപരപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയത്തിന്റെയും സ്നാപയോഹനന്റെയും അപേക്ഷയും എപ്പോഴും നിങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരായ എന്നേക്കും. വിശുദ്ധശ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്വസ്ത യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലിഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുവാനാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രഥമവേദ സാക്ഷിയായ മാർസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാറാത്തായുടെയും മാർമാറിയുടെയും മാറിയാക്കൂബിന്റെയും മാർഗീവർഗീസിന്റെയും മാർക്കുര്യാക്കൂസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാറാപ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും വിശുദ്ധ അൽഫോൻസാമിയുടെയും വിശുദ്ധ ചാവറപിതാവിന്റെയും വിശുദ്ധ പ്രാസ്യമയുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അടുത്ത ആശീർവാദ പ്രാർത്ഥനയോടെ ഈ തിരുപ്പെട്ട തുലാശകർമ്മം പൂർണ്ണമാകുകയാണ്. ആഘോഷങ്ങൾ തീരുന്നില്ല. കാഴ്ചയുടെ കുർബാന തുടരുകയാണ്. മാമോദീസയുടെ പെറ്റ്സൺ ആഗോള സഭയുടെ ഭാഗമായി ശമ്പന്നൂർ ഇടവകയിലെ അംഗമായി ഇന്ന് പൗരോഹിത്യ പട്ടസ്വീകരണത്തിലൂടെ എറണാകുളം അങ്കമാലി തിരുവനന്തപുരത്തിലെ പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാവിലെ കളമശ്ശേരിയിൽ വെച്ച് ആലഞ്ചേരി പിതാവിനെ കണ്ടതാണ്. പിതാവിൻ്റെയും ഇന്നലെ മലത്തോട് പിതാവിനെ കണ്ടത് പിതാവിൻ്റെയും ജോസ് പിതാവിൻ്റെയും ഞങ്ങളുടെ സ്നേഹഭാജനമായ തോമസ് പിതാവിൻ്റെയും മറ്റെല്ലാവരുടെയും ഈ പൗരോഹിത്യ കൂട്ടായ്മയിലെ എല്ലാവരുടെയും പ്രത്യേകമായിട്ട് ആർച്ച് ആലോചിച്ചതിൻ്റെയും പഴയ വികാരി മാനദച്ചൻ്റെയും ഞങ്ങൾ എല്ലാവരുടെയും അതുപോലെ സെമിനാരിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും സ്നേഹനിർഭരമായ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇന്നു മുതൽ കുമ്പസാരിപ്പിക്കുവാനായിട്ട് അനുവാദമുണ്ടാകും. ആ കുദാശ ആദരവോടും ഭക്തിയോടും സ്നേഹത്തോടും മാർപ്പാപ്പ പറയുന്നതുപോലെ കരുണയോടുകൂടി നിർവഹിക്കുവാനായിട്ട് സാധിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് നേതൃത്വം നൽകിയ ഞങ്ങളുടെ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട കോട്ടയ്ക്കലച്ഛനും അച്ഛനെ കൈക്കാരന്മാർക്കും ഫാമിലി വൈസ് ചെയർമാനും സംഘടനാ ഭാരവാഹികൾക്കും മതാധ്യാപകർക്കും ഏറ്റവും പ്രത്യേകമായിട്ട് ദേവാലയത്തില് ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയ ശുശ്രൂഷയ്ക്കും അൾത്താര സംഘത്തിനും കൊയറ് നമ്മുടെ തന്നെ കൊയറാണ്. വളരെ മനോഹരമായിട്ട് അവർ പാടുകയുണ്ടായി. മൈക്ക് സെറ്റെല്ലാം അറിയിച്ചിരിക്കുന്നത് മഞ്ഞത്തുന്ന വർഗീസ് ചേട്ടനാണ്. വർഗീസ് ചേട്ടന് പിന്നീട് ആഹാരം വിളമ്പുവാൻ പോകുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാദരോട് അറിയിക്കുന്നു. ഈ വർഷത്തിലെ അവസാന ദിവസമായതുകൊണ്ട് പുതുവത്സര പുലരിയുടെ മംഗളങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. ദൈവങ്ങളെ ഇടവകയെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വരും വർഷങ്ങളിൽ നമ്മുടെ പുതിയ ദേവാലയത്തിൽ വെച്ച് തിരുപ്പെട്ട കുദാശയും സന്യാസികളുടെ വസ്ത്രധാരണത്തിന്റെ പുതിയ ഉടുപ്പ് സ്വീകരിക്കുന്നതിന്റെ മംഗളങ്ങളൊക്കെ നടക്കുവാനായിട്ട് സാധിക്കുമാറാകട്ടെ. കൂടാതെ നല്ല കുടുംബങ്ങളെ സഭയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ ഇടവക മുന്നേറുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മകനെ സമാപനാശീർവാദത്തിനായിട്ട് തലകൾ കുനിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ അനന്തമായ കൃപയാൽ പ്രിയപ്പെട്ട മകനെ ഇതിനെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് പ്രിയപ്പെട്ട പത്സൻ അവിടെ നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന് മകനീയം നിർവഹിച്ചിരിക്കുന്നതായ നിന്റെ ഹൃദയം എന്ന വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ ഇഷ്ടം ശുശ്രൂഷിക്കുവാൻ നിനക്കെന്നും സാധിക്കുമാറാകട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയമായ ദിവസത്തിൽ അവയുടെ മേലിനെ അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്ക് വിളിതിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച മാതാപിതാക്കളെയും
സഹോദരങ്ങളെയും പ്രിയപ്പെട്ട വികാരിയച്ഛനെയും മറ്റു വൈദികരെയും ഇതിനെ പഠിപ്പിക്കുക പരിശീലനം നൽകിയ എല്ലാവരെയും ആഹാരം വിളങ്ങിയ കരങ്ങളെയും സർവനന്മ സ്വരൂപനായ ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിമന്യ പിതാവിനോടുള്ള നന്ദി സൂചകമായി നവവൈദികൻ അദ്ദേഹത്തിന് തിരി നൽകുകയും മോതിരം ചുറ്റിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അഭിമന്യ പിതാവും നവവൈദികനും മാതാപിതാക്കളും സഹകാർമ്മികരും വികാരിച്ചതും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. സ്നേഹമുള്ളവരെ, അങ്ങേണ്ടി നിൽക്കുന്നതാണ് ബിനു കുന്നേൽ, കീച്ചേരി ഇടവാംഗമാണ്. കഴിഞ്ഞ ദിവസം ജോസ് കൊത്തവീട്ടിൽ പിതാവിൻ്റെ കൈകളാൽ അഭിഷിക്തനായി നമുക്കെല്ലാവർക്കും കൈകരിച്ച് അനുമോദനം അറിയിക്കണം. അതിൻ്റെ പുറത്തുനിൽക്കുന്നതാണ് നേരത്തെ മുളവരിക്കൽ. പട്ടം സ്വീകരിച്ചത് എൻ്റെ കൈകൾ വഴിയാണ്. പ്രത്യേകമായിട്ട് അനുമോദനം അറിയിക്കുന്നു. അങ്കമാലി തുറമുഖ ഇടവാംഗമാണ് അറിയിച്ചത്. അവസാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മകന് വേണ്ടി നന്നായിട്ട് കൈയടിക്കണം. ആശംസകൾ അറിയിക്കുന്നു. കാഴ്ചവെപ്പ് പ്രദർശനത്തിനുള്ളവർ ദയവായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ും
ചില സംഭവങ്ങൾ എഴുതി കാണിക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് മാത്രമാണ്. സ്നേഹമുള്ളവരെ, എഴുതും പലതും മുന്നിലും പിന്നിലും അവരുണ്ടായിരുന്നു. ഞാനറിയാതെ എന്നെ സ്വന്തമാക്കിയ നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ സമർപ്പണം ചെയ്ത് അവർണ്ണനീയമായ ഈ ധ്യാനത്തിന് ദൈവമേ അങ്ങേക്ക് നന്ദി. ദൈവം തൊട്ട ജീവിതമാകാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയും ദൈവം തൊട്ട ജീവിതമാകണമെന്ന് മൈനർ സെമിനാരിയിലെ ആദ്യ ദിനം തന്നെ പറഞ്ഞു തന്ന അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവ് തന്നെയാണ് ഇന്ന് തൻ്റെ കൈവെപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചു തള്ളിയത്. അഭിമന്യ പിതാവെ അങ്ങേക്ക് നന്ദി. ഈ സുന്ദര നിമിഷത്തിന് സ്നേഹാശംസകൾ നിന്ന് പ്രാർത്ഥിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനും അഭിമന്യ ജേക്കബ് അനന്തോളത്തെ പിതാവിനും ജോസഫ് കൂട്ടൻപെട്ടിൽ പിതാവിനും തോമസ് ചക്കേത് പിതാവിനും നന്ദി അർപ്പിക്കുന്നു. ഗാർഹിക സഭയാണ് ദൈവവിളിയുടെ വിളനിലം. ഉചിതമായ ശിക്ഷണത്തിലൂടെ നല്ല കുട്ടിയാക്കി എന്നെ വളർത്തിയ, ഉപവാസത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും നാളിതുവരെ എന്നെ അനുഗമിച്ച എൻ്റെ മാതാപിതാക്കൾക്ക്, പാപ്പച്ചൻ മേരി ദമ്പതികൾക്ക്, വേർപിരിഞ്ഞു പോയ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും നന്ദിയും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. സഹവാസത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വിമർശനങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും എന്നെ വളർത്തിയ, ദൈവം അറിഞ്ഞു നൽകിയ പെറ്റ്സിക്കും ജിപ്സനും അവരുടെ ജീവിത പങ്കാളികൾ ജോഷിക്കും ലിറ്റിക്കും കുട്ടികൾക്കും നന്ദിയും സ്നേഹവും. തെക്കിനടുത്ത മാളിയേക്കൽ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവസന്നിധിയിൽ എനിക്കായി മാധ്യസ്ഥം പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഏറെ പ്രത്യേകമായി ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവവിളിയിൽ വളരാൻ സഹായിച്ച മുൻ വികാരിയച്ഛന്മാർ, ഡെമോത്തിയാസ് മഠത്തിലെ സിസ്റ്റേഴ്സ്, CSM സിസ്റ്റേഴ്സ്, മതാധ്യാപകർ, ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികർ, ഏറെ പ്രത്യേകിച്ച് സഹപാഠികളും അയൽപക്കക്കാരുമായ വൈദികരും സമർപ്പിതരും എന്നിവരെ സ്നേഹത്തിൽ ഓർത്ത് നന്ദി പറയുന്നു. അക്ഷരം എഴുതാൻ പഠിപ്പിച്ച ആശാനെയും സെന്റ് ആന്റണീസ് LP സ്കൂൾ, സെന്റ് ഫ്രാൻസിസ് അസീസി UP സ്കൂൾ, സ്റ്റാർ ജീസസ് ഹൈസ്കൂൾ, സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൊരട്ടി, മഡോണ സോഫ്റ്റ്വെയർ, വിശ്വേശ്വരയ്യ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ എല്ലാ ഗുരുകുലരെയും സഹപാഠികളെയും സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ജോലിക്ക് അവസരം നൽകിയ സോഷ്യൽ ITI ആലുവ, ബാലനഗർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂക്കന്നൂർ എന്നിവിടങ്ങളിലെ എല്ലാ അധികാരികളെയും സഹപ്രവർത്തകരെയും, ഏറെ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ആത്മീയത പരിപോഷിപ്പിച്ച ജീസസ് യൂത്ത് കൂട്ടായ്മയെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വൈദിക പരിശീലനത്തിന് തുടക്കം കുറിച്ച തിരുഹൃദയ മൈനർ സെമിനാരി തൃക്കാക്കര, തത്വശാസ്ത്ര പഠനം പൂർത്തീകരിച്ച ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി കുന്നൂർ, ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതൂർ എന്നിവിടങ്ങളിലെ രക്തച്ചന്മാരെയും ഗുരുബുദ്ധരെയും സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി ഇപ്പോഴത്തെ മൈനർ സെമിനാരി ഡയറക്ടർ മോൺസിഞ്ഞോർ ആന്റണി നരികുണമച്ചനെയും, ഇന്നത്തെ ആർച്ച് ഡീക്കൻ വടവാതൂർ സെമിനാരി അധ്യാപകൻ ആൻഡോ ചേരാന്തുരുത്തി അച്ഛനെയും, സഹകാർമികൻ ജോസ് മാർണച്ചനെയും, പ്രഥമ ദിവ്യബലിക്ക് സഹകാർമ്മികത്വം വഹിക്കുന്ന എല്ലാ വൈദികരെയും, തിരുക്കർമ്മങ്ങൾക്ക് കമൻട്രി നൽകിക്കൊണ്ടിരിക്കുന്ന ഫാദർ ജെയിംസ് തിരുക്കരാച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. റീജൻസി പരിശീലനം നടത്തിയ രൂപത മൈനർ സെമിനാരിയിലെ അന്നത്തെ ഡയറക്ടറച്ചനെയും റീജൻസി ഡയറക്ടർക്കും വിജു ഭവൻ അംഗങ്ങൾക്കും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും തങ്ങളുടെ സ്നേഹത്തിനും തിരുത്തലിനും പരിഗണനയ്ക്കും നന്ദി. അജപാന പരിശീലനത്തിനായി അയക്കപ്പെട്ട എടത്തുവ സെന്റ് ജോർജ്, പുന്നത്തുറ സെന്റ് തോമസ്, കൊടക്കച്ചിറ സെന്റ് ജോസഫ്, അച്ഛനകം സെന്റ് ആന്റണീസ് എന്നീ ഇടവകളിലെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും മതാധ്യാപകരെയും എല്ലാ മതബോധന വിദ്യാർത്ഥികളെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളായി ഈ ദിനത്തിന് വേണ്ടി എല്ലാവിധ ആത്മീയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ ക്രമീകരണം നടത്തിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കോട്ടയച്ചനെയും, ഡിമത്യാസ് കോൺവെന്റിലെ മദറിനെയും സമൂഹത്തെയും, CSM സിസ്റ്റേഴ്സിനെയും സമൂഹത്തെയും, അച്ഛനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ വിവിധ കമ്മിറ്റികൾക്കും, വൈസ് ചെയർമാൻ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ
കേന്ദ്ര സമിതി അംഗങ്ങൾ, ദേവാലയ ശുശ്രൂഷി പോളച്ചേട്ടൻ, ഓൾട്ടർ ബോയ്സ് എന്നിവർക്കും നന്ദി അർപ്പിക്കുന്നു. കൂടാതെ KCYM, വിൻസെന്റ് ഇപ്പോൾ, മാതൃസംഘം, ഫ്രാൻസിസ്കൻ മൂന്നാം സഭ, തിരുവാലസിക്യം, CML, ചർച്ച് ഗേറ്റ് ബോയ്സ്, സൺഡേ ക്ലബ്ബ്, സൗഹൃദവേദി, കലങ്ക് ബോയ്സ് എന്നീ കൂട്ടായ്മകളെയും അവരുടെ അകമഴിഞ്ഞ ആത്മീയവും ഭൗതികവുമായ എല്ലാ സഹായങ്ങളെയും നന്ദി നിറഞ്ഞ മനസ്സോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഭവനത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കായി സമ്മേളിച്ച സെയിന്റ് ആന്റണീസ് യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ വാത്സല്യങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഭൗതികമായും ആത്മീയമായും സഹായങ്ങൾ നൽകിയ മറ്റ് യൂണിറ്റുകൾക്കും നന്ദി. അൽത്താരയും ദേവാലയവും പരിസരവും മനോഹരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും സഹകരിച്ച ഓരോരുത്തർക്കും, തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കാൻ സഹായിച്ച ജോൺ തൈപ്പറമ്പിൽ ബ്രദറിന്റെ നേതൃത്വത്തിലുള്ള ഏകം കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും, ഇടവകയിലെ ബ്രദേഴ്സിനും, തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമാക്കിയ അതിരൂപത കൊയറിനും ശബ്ദവും വെളിച്ചവും നൽകിയ വർഗീസ് ചേട്ടനും അനൂപിനും ടീം അംഗങ്ങൾക്കും, നല്ല വിരുദ്ധരിക്കുക എല്ലാവർക്കും നന്ദി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നിലെ പുരോഹിതൻ രൂപപ്പെടാൻ നിമിത്തമായവരാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി. നമുക്ക് കാഴ്ച സമർപ്പണത്തോടെ കുർബാന തുടരാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താരനോടുപോരാമതൻ ദിവ്യഗുഹാ
വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രോടി മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുകയും വിശ്വയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം എന്റെ ഇഷ്ടമുള്ളവരുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോടെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വാസത്തോടെ നിന്ന് കർത്താവിനെ വിളിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർന്ന് ഇവിടെ അനുഷ്ഠപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയജനമായ രഹസ്യങ്ങൾക്ക് ഉപദേശപ്പെടുന്നു. പുരോഹിതൻ തന്നെ മനസ്സ് വഴി സമാധാനം സാധ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായ ഏകാന്തതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് നിറയ്ക്കുകയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് നാളെ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് മറ്റൊരു കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.